നമ്മുടെ സംസ്ഥാനത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ മാതൃക ലോകത്തിന് മുന്നിൽ തന്നെ സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ വികസനമെന്നത് ജനങ്ങളുടെ ആവശ്യവും അനിവാര്യതയും പ്രതിസന്ധികളും സ്വപ്നങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി സമൂഹത്തിലെ ഓരോരുത്തരുടെയും സർഗാത്മകവും സക്രിയവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ട പ്രവർത്തനമാണ്. ഓരോ ഘട്ടത്തിലും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് LDF സർക്കാർ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇനിയുള്ള നാളുകളിലും കൂടുതൽ ക്രിയാത്മകമായി അത് ഉറപ്പുവരുത്താൻ സഹായകമായ ബൃഹത്തും സമഗ്രവുമായ ഒരു പഠന പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നത്. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ നടപ്പാക്കുന്ന ഈ നവകേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ്. സംസ്ഥാനത്താകെ സന്നദ്ധ സേനാംഗങ്ങൾ ജനങ്ങൾക്കരികിലെത്തിയാണ് ഈ പഠനം നടത്തുക. ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേൾക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും. അതിൻ്റെ തുടർച്ചയായി സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. അത് ക്രോഡീകരിച്ചും അപഗ്രഥിച്ചും വരുംകാലത്തേക്കുള്ള നാടിൻ്റെ പുരോഗതി എങ്ങനെയാകണം എന്ന രൂപരേഖ ഉണ്ടാക്കും. ഇതിലൂടെ നവകേരളത്തിലേക്കുള്ള പാതയിൽ കൂടുതൽ വെളിച്ചവും പ്രതീക്ഷയും പകരാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രത്യാശിക്കുന്നത്. രാജ്യത്തെ പൊതുനയങ്ങളിൽ നിന്നും ഭിന്നമായി സ്വീകരിച്ച ജനപക്ഷ നയങ്ങളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന ജീവിത നിലവാരമുള്ള നാടാക്കി കേരളത്തെ വളർത്തിയത്. ഈ വികസന രീതി കേരള മോഡൽ എന്ന പേരിൽ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. ജീവിത നിലവാര സൂചികയിൽ ഏറെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം. ഭൂപരിഷ്കരണവും പൊതുവിദ്യാഭ്യാസ നയവും ജനകീയാസൂത്രണവും സാക്ഷരതായജ്ഞവും തുടങ്ങി ലോകചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നിരവധി ജനാധിപത്യ ജനക്ഷേമ ഇടപെടലുകളുടെ ഫലമായാണ് ഇന്നത്തെ കേരള സമൂഹം വാർത്തെടുക്കപ്പെട്ടത്. അടിത്തറയിൽ ഊന്നി നിന്നാണ് ജനക്ഷേമ പദ്ധതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കിയും കേരളം ഇതുവരെ കാണാത്ത വികസന നേട്ടങ്ങൾ
വ്യാവസായിക അടിസ്ഥാന സൗകര്യ മേഖലകളിൽ സ്വന്തമാക്കിയും കഴിഞ്ഞ ഒരു ദശാബ്ദമായി നാം പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചത്. ഇത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കൊളംബിയയിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉദ്ധരണി: ചില സ്ഥലങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമാണ്. ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായി ഇത് ഏറ്റവും ഫലപ്രദമായ സംസ്ഥാനമാണ് കേരളം. അവിടെയുള്ളത് ഏറ്റവും വികേന്ദ്രീകൃതമായ രാഷ്ട്രീയ സംവിധാനമാണ്. കൂടാതെ കഴിഞ്ഞ 40-50 വർഷം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനവും ഒരുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ഭാഗമാണ് ഉദ്ധരിച്ചത്. ഈ നേട്ടങ്ങൾക്കൊപ്പം ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന, ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളും ഒപ്പം കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഓരോ വാഗ്ദാനവും പൂർത്തീകരിക്കുക മാത്രമല്ല, ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ അവയുടെ പുരോഗതി ജനങ്ങളെ അറിയിക്കുന്ന സമ്പ്രദായം രാജ്യത്താദ്യമായി കേരളം ആരംഭിച്ചു. നവകേരള കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിക്കുന്നതിനും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിനുമായി മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കുകയും ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തത് എല്ലാവർക്കും അറിവുള്ളതാണ്. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വികസന സദസ്സുകൾ ആരംഭിച്ചു. അതിപ്പോഴും തുടരുകയുമാണ്. സംസ്ഥാനം രൂപീകൃതമായിട്ട് 2031 75 വർഷം പൂർത്തിയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞകാല വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് 33 വിഷയങ്ങളിൽ സംസ്ഥാനത്തുടനീളം സെമിനാറുകൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തെ പുരോഗമനപരവും വികസിതവുമായ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ 2031 എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് CM with me എന്ന പേരിൽ സിറ്റിസൺ കണക്റ്റ് സെൻറ്റർ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടന്നു വരികയാണ്. വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകം നടപ്പിലാക്കിയ പദ്ധതികളുടെ അനുഭവങ്ങളെ വിലയിരുത്തേണ്ടത് നവകേരള നിർമ്മിതിയുടെ
ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നവകേരള നിർമ്മാണത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആവശ്യകതയുമായി തുലനം ചെയ്ത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേരളം ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ഒരു പടി കൂടി കടന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതനിലവാരമുള്ള നാടായി കേരളത്തെ ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ, ഓരോ കുടുംബത്തിനും വീട്, ജീവിത വരുമാനത്തിനായി തൊഴിൽ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കുക, വിനോദത്തിനും കായിക വളർച്ചയ്ക്കും മറ്റ് ജീവിത മുന്നേറ്റത്തിനും സംവിധാനമൊരുക്കൽ എന്നിവയാണ് നവകേരളത്തിൻ്റെ ലക്ഷ്യം. ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ ഇതിനകം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഭരണ നടപടികളിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം 2025 നവംബർ 1 രാജ്യത്താദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ്. 5 ലക്ഷത്തിലേറെ വീടുകൾ, അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻപിച്ച മുന്നേറ്റങ്ങൾ, സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കാര്യക്ഷമമായ ഇടപെടൽ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അതിനൂതന സംവിധാനങ്ങൾ, വിജ്ഞാന സമ്പദ്ഘടന എന്ന കാഴ്ചപ്പാട്, കാർഷിക വ്യവസായ മേഖലയിലെ മുന്നേറ്റം, ഇങ്ങനെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പാക്കി വരുന്നത്. വികസനക്ഷേമ പദ്ധതികൾ നാടിനുണ്ടാക്കിയ വളർച്ചയും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ വികസനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, നവകേരള പദ്ധതിയിലെ ജനപങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ പഠനം നടത്തി നവകേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നവകേരള പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ അനുഭവങ്ങൾ സ്വാംശീകരിക്കുവാനും കഴിയും വിധമുള്ള പഠന പരിപാടിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. നവകേരളം വികസനക്ഷേമ പഠന പരിപാടിയിലൂടെ ജനങ്ങളിലേക്കെത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും വികസന ചർച്ചകളിൽ പങ്കെടുപ്പിച്ചും അവരെ നയരൂപീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലൊരു ജനാധിപത്യ ഇടപെടൽ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും എന്നതിൽ സംശയമില്ല. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിൽ നിന്നും വികസനക്ഷേമ പദ്ധതികളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തേടുവാനും
ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ഇതുവഴി സാധിക്കും. ഓരോ പ്രദേശത്തും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും സമയബന്ധിതമായി മുഴുവൻ കുടുംബങ്ങളിലും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുമുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ സാമൂഹിക സന്നദ്ധ സേന അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കുക. പദ്ധതിയുടെ നടത്തിപ്പിന് 4 അംഗ സംസ്ഥാനതല ഉപദേശക സമിതി രൂപീകരിച്ചു. സംസ്ഥാനതല നിർവഹണ സമിതിയും നിലവിൽ വരും. തദ്ദേശ സ്ഥാപന തലത്തിലും അസംബ്ലി തലത്തിലും ജില്ലാതലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിക്കും. സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കുന്ന ക്രോഡീകരിച്ച റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ ശുപാർശ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കും. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM അബ്രഹാം, IAS റിട്ടയേർഡ്, മുൻ ചീഫ് സെക്രട്ടറി IMG ഡയറക്ടർ K. ജയകുമാർ, IAS റിട്ടയേർഡ്, IIM കോഴിക്കോട് പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ്, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറാണ് അദ്ദേഹം. ഇവരാണ് സംസ്ഥാനതല ഉപദേശക സമിതിയിലുള്ളത്. സംസ്ഥാനതല നിർവഹണ സമിതി രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സന്നദ്ധ സേനാംഗങ്ങൾ ഓരോ വാർഡിലെയും വീടുകൾ, ഫ്ലാറ്റുകൾ, ഉന്നതികൾ, മറ്റു വാസസ്ഥലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രം, വ്യാപാര കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ബസ് സ്റ്റാൻഡ്, ഓട്ടോ ടാക്സി സ്റ്റാൻഡ്, വായനശാലകൾ, ക്ലബ്ബുകൾ, മറ്റു കൂട്ടായ്മകൾ എന്നിവ സന്ദർശിക്കുകയും നവകേരള വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവ മനസ്സിലാക്കുകയും പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും പഠന പരിപാടി നടത്തുക. ഓരോ വാർഡിലും 4 അംഗ സന്നദ്ധ പ്രവർത്തകരെ ഇതിനായി നിയോഗിക്കും. സംസ്ഥാന സാമൂഹ്യ സന്നദ്ധ സേനയിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നുമാണ് സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തുക. സന്നദ്ധ സേനാംഗങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയും പഠന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് എപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. നാടിൻ്റെ പുരോഗതിക്കായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായി വന്ന സന്നദ്ധ സേനാംഗങ്ങളാണ് ഈ പരിപാടിയുടെ കരുത്തായി മാറുക. അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ത്യാഗസന്നദ്ധതയും സമൂഹത്തിനാകെ പ്രചോദനം പകരും. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് കൂടുതൽ ആളുകൾ നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. NSS വളണ്ടിയർമാർ, NCC കേഡറ്റുകൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സന്നദ്ധരാകുന്നവർക്കും ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ
കഴിയുന്നതാണ്. ഓരോ പ്രദേശത്തെയും വികസന ആവശ്യങ്ങൾ, നടപ്പിലാക്കിയ പദ്ധതികളുടെ പോരായ്മകൾ, ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, മറ്റ് സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടങ്ങിയവ, ഇവയെല്ലാം ശേഖരിച്ച് പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കും. ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, സാമുദായിക സൗഹാർദ്ദം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ, വിജ്ഞാന സമ്പദ്ഘടനയുടെ വ്യാപനം, ശാസ്ത്ര സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ നേട്ടങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി കാർഷിക വ്യവസായ വളർച്ചയ്ക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വിപുലീകരണം സംബന്ധിച്ച കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതും അത് സംരക്ഷിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ, കലാ കായിക മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങൾ, യാത്രാക്ലേശം, പൊതു ശൗചാലയങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, വയോജന സംരക്ഷണ സംവിധാനങ്ങൾ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, അവയുടെ കാര്യക്ഷമത, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ, കുടുംബശ്രീ പ്രവർത്തനം, തൊഴിലുറപ്പ് മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്രമായ റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കുക. 2026 മാർച്ച് 31 പഠന റിപ്പോർട്ട് തയ്യാറാക്കി പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ കഴിയും വിധമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന പരിപാടിക്ക് സാധിക്കും. തങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സർക്കാരിലേക്ക് എത്തിക്കാനും നവകേരള സൃഷ്ടിയിൽ പങ്കുചേരാനും ഈ നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഇതിലൂടെ കഴിയും. അതുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ആകെ സക്രിയവും സർഗാത്മകവുമായ പങ്കാളിത്തം പഠന പരിപാടിയുടെ വിജയത്തിന് അനിവാര്യമാണ്. സന്നദ്ധ സേനയുടെ ഭാഗമാകാൻ കൂടുതൽ ആളുകൾ കടന്നു വരേണ്ടതുണ്ട്. അതിനായി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരും ജനങ്ങളും കൈകോർത്ത് കേരളത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഉറപ്പുവരുത്താൻ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സഹായകമാകും. മറ്റൊരു പ്രശ്നം, എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നൽകിയ ആനുകൂല്യം എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കണമെന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം സുപ്രീം കോടതിയെ അറിയിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. മറ്റൊന്ന്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും വിവരങ്ങളാണ്
നിങ്ങളുടെ അടുത്ത് കൈമാറാനുള്ളത്. ഭിന്നശേഷി വിഷയത്തിൽ നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത് മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക് പോയാൽ സർക്കാർ അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്നാണ്. ഇന്നത്തെ തീരുമാനം അനുസരിച്ച് സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പോയി പറയുകയാണോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന്? അതെ, അതായത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു. ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം കോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ അനുമതിയോടെ നടപ്പാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത്. അല്ല, ഇത് എല്ലാ വിഭാഗം ആളുകളും ഇക്കാര്യത്തിൽ പരാതിയുള്ളവരാണ്. നേരത്തെ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിരവധി പെറ്റീഷനുകൾ, സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പെറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിരവധി പെറ്റീഷനുകൾ പോകുന്നുണ്ടായിരുന്നു. അത് നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുണ്ട്, മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ഇവരെല്ലാം സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കുമല്ലോ. പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഏകപക്ഷീയമായൊരു നടപടി എടുക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തത്. ഇത് എല്ലാവരുടെയും ഒരാവശ്യമാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. SIT ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ. അതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. ഇവിടെ എന്തോ പറയാൻ നോക്കിയല്ലോ. അല്ല, സർക്കാരല്ല ഇപ്പോൾ വിലയിരുത്തൽ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാളല്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത്: അന്വേഷണം കൃത്യമായി നടക്കണം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അല്ല, ഞാനീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ആ ചോദ്യത്തിൽ. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ പറയാം. അതാണ് നല്ലത്. അത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരാണ് ഈ GST നിരക്ക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത്. അത് സംസ്ഥാനത്തെ ലോട്ടറി മേഖലയ്ക്ക്
വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റിന്മേലുള്ള GST 28%. അതാണ് 40%ആക്കി ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും ധനമന്ത്രിയും നേരിട്ട് കത്തുകൾ മുഖേനയും കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് GST കൗൺസിലിനോട് ലോട്ടറിയുടെ GST വർദ്ധിപ്പിക്കരുതെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായാണ് ലോട്ടറി മേഖലയിൽ നികുതി വർധനവിന് കാരണമായത്. ഇവിടെ കാണേണ്ടത്, മറ്റ് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത ജീവനോപാധിയായി ലോട്ടറി വ്യാപാരത്തെ ആശ്രയിക്കുന്ന നിരവധി സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖല എന്ന നിലയിൽ ഭാഗ്യക്കുറി മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ കാലത്തും, സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധമായിരുന്നു. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്താതെ നിലവിലെ ടിക്കറ്റ് നിരക്കുകളിൽ തന്നെ വിൽപ്പന നടത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. GST 28% 40%ആയി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പക്ഷേ ടിക്കറ്റിൻ്റെ വില 50 രൂപയായി തന്നെ നിലനിർത്താനാണ് സർക്കാർ തീരുമാനിച്ചത്, സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഫലമായി ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിന് മേൽ സർക്കാരിന് 3 രൂപ 35 പൈസ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകും. ഒരു ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഇത്തരത്തിൽ 3,35,00,000 രൂപയുടെ കുറവാണ് സർക്കാരിനുണ്ടാവുക. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തന മിച്ചം, ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം, ഇതിന് നൽകുന്ന സമ്മാനം, ഇവയിൽ കുറവ് വരുത്തിയാണ് വിലവർദ്ധനവ് ഒഴിവാക്കിയത്. ആകെ വിറ്റുവരവിൻ്റെ 60% തുക സമ്മാനമായി നൽകുന്നുണ്ട്. എന്നാൽ വിറ്റുവരവിൽ കുറവ് വന്നത് കാരണം ആകെ സമ്മാനത്തുകയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. ഏജൻറ് ഡിസ്കൗണ്ട്, ഏജൻസി പ്രൈസ് എന്നിവയുടെ ഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST നിരക്ക് പരിഷ്കരണം സംസ്ഥാന ലോട്ടറി മേഖലയിലെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ആ പ്രശ്നമില്ല. ഇപ്പോൾ അത് നോക്കണം എന്താണെന്നത്. കുറച്ച് വിശദമായിട്ട് പറയണോ? പറയാം. അത് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. ചിലർക്ക് വല്ലാത്ത താല്പര്യമാണല്ലോ. ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ്. അത് സുതാര്യമായ ഒന്നാണ്, കളങ്കരഹിതമായ ഒന്നാണ്. അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത്. ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നിട്ടുള്ളത്. ഇതായിരുന്നു എൻ്റെ ഒരു രീതി. ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എനിക്കുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങൾ
ചിലപ്പോൾ ചില താല്പര്യങ്ങളുടെ മേലെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. രാജ്യത്ത് മറ്റെവിടെ എന്ത് നടക്കുന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാകുന്നതിന് ഒരു പദ്ധതി വരുന്നു. ആ പദ്ധതിയുടെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട്. ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട്. അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ? ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചെലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചെലവഴിക്കാമല്ലോ. മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണത്? അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ. നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണോ കരുതുന്നത്? അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തിക്കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചിലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. എൻ്റെ മക്കൾ രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയുമെന്ന് സംശയമാണ്. അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത. ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ. അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലിയെടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ, ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ, പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. അതുകൊണ്ട് വിവാദമാകുമോ? അത് എന്നെ ബാധിക്കുമോ? ഈ പറഞ്ഞ ആളെ ബാധിക്കുമോ? ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളെ പൊതുരീതികൾ, ജോലി, പിന്നെ വീട്, ഇത് മാത്രമാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ. തെറ്റായ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല. നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല. മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവുമല്ലോ. ഞാനതിൽ അഭിമാനിക്കുകയാണ്. നല്ല അഭിമാനം എനിക്കുണ്ട്. എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത, എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. അതാണ് കാണേണ്ട കാര്യം. അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. പിന്നെ
എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസോ എന്താണ് സമൻസ് കൊടുത്തത്? എവിടെയാണ് കൊടുത്തത്? ആരെ കയ്യിലാണ് കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. എന്താ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസ് ഇങ്ങോട്ട് താന്ന് ഞാൻ പറയണോ? ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ? ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ച് കാട്ടാൻ നോക്കുകയാണ്. ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഇത്തരമൊരു ഉദ്ദേശത്തിലാണ്. എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം, സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാകുമോ? നിങ്ങളെ ഇടയിലുള്ള ചിലർ ഒരാൾ ഒരു തവണ എറണാകുളത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. PB യോഗത്തിന് പോവുകയാണ് ഞാൻ, വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആളെ മറവിൽ നിന്നിട്ടാണ്. ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. തിരിച്ചു വരുമ്പം PB മെമ്പർ ആയിരിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കാണട്ടെ, ഒന്ന് ഇങ്ങോട്ട് നിന്നാട്ടെ. പക്ഷേ അയാൾ പിന്നെ വീണ്ടും ഉള്ളോട്ട് പോകുന്നതാണ് കണ്ടത്, ഇങ്ങോട്ട് നിന്നില്ല. എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത്? അതിതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും മേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് എനിക്ക് കഴിഞ്ഞത്, ശാന്തമായി നേരിടാൻ കഴിഞ്ഞത്. എത്ര വർഷമായി ഈ രീതിയിൽ തുറന്നിട്ട്? ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ്, അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്ക്, അന്നേരം മനസ്സിലാവുമല്ലോ. ഒന്ന് അയച്ചു നോക്ക് നിങ്ങൾ ആരെയെങ്കിലും. ആരും വന്നാണ്ടില്ല. ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഇവരല്ലേ വ്യക്തമാക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലല്ലോ. ആ വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ലത്. തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു, പല വിവരങ്ങളും നമ്മുടെ അടുത്ത് പലരും പറയുമല്ലോ, ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ, വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല, ഇനിയും ചേർന്നുണ്ടാവുമായിരിക്കും, അതപ്പോൾ കാണാം. ശരി, അപ്പോൾ
ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിയമസഭ നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ ഈ സഭയിൽ നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഇവരുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എല്ലാ സഭാ നടപടികളും അലങ്കോലപ്പെടുത്തുന്ന നിലപാടാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയാൻ പോകുന്നില്ല. സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴാണ്? സഭാ നടപടികളിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നൊരു കാര്യത്തിൽ ഭരണ വിഭാഗത്തിൽ നിന്ന് സഹകരണമില്ലാതിരിക്കുമ്പോഴാണ്. അതായത് ഒരു ചോദ്യം വരുന്നു, മറുപടി പറയുന്നില്ല, അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു, അത് സമ്മതിക്കുന്നില്ല, ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരു കാര്യം ചോദിച്ചാൽ മറുപടിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സഭാ നടപടിയിൽ സഭയിൽ ബഹളമുണ്ടാവുക. ഇവിടെ ഞങ്ങൾ മറുപടി പറയാൻ സന്നദ്ധമല്ലേ? ഏത് പ്രശ്നം വന്നാലും മറുപടി പറയാൻ സന്നദ്ധമാണല്ലോ. നിയമസഭയിൽ ചർച്ച ചെയ്ത അടിയന്തര പ്രമേയങ്ങൾ നോക്കൂ നിങ്ങൾ. അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു, ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒരു പ്രശ്നവും ഉന്നയിച്ചില്ലല്ലോ. ഒരു പ്രശ്നവും ഉന്നയിക്കാതെയാണല്ലോ കാര്യങ്ങൾ നടത്താൻ നോക്കിയത്, ബഹളം നടത്താൻ നോക്കിയത്. ഞങ്ങൾ ചോദിച്ചല്ലോ, അവിടെ തന്നെ ചോദിച്ചല്ലോ, നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ഉന്നയിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഇങ്ങനൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിലല്ലാതെ നമ്മുടെ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഈ സഭയിൽ ബഹളം കാണിക്കാൻ മാത്രമായിട്ടൊരു പ്രതിപക്ഷം വരുമോ? പ്രതിപക്ഷത്തിനൊരു ആവശ്യമുണ്ടാവും. ആ ആവശ്യത്തോട് ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല, അപ്പോഴാണ് ബഹളം വരുന്നത്. ഇവിടെ എന്താണോ ആവശ്യം അത് നിങ്ങൾ ഉന്നയിക്കൂ, ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. ചർച്ചയാണ് വേണ്ടതെങ്കിൽ ചർച്ച ചെയ്യാം എന്ന നിലപാട് ഞങ്ങൾ എടുക്കുകയല്ലേ. അപ്പോൾ അത്രമാത്രം പരിഹാസ്യമായ നിലയാണ് ഉണ്ടായത്. പിന്നെ അതിനെയൊക്കെ സഹായിക്കാനും പിന്താങ്ങാനും ഒക്കെ നിങ്ങൾ ചിലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചിലത് തയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കതൊരു ഹരമായിട്ട് വരുന്നുണ്ട്. അതേ കാണുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിർത്താം. ഏത് അത് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു വിവരവുമില്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. കാരണം ഈ മന്ത്രിമാരായിട്ടിരിക്കുന്നയാൾ എവിടെ ഇരുന്നാലും, അത് വീടായാലും ഓഫീസായാലും, അത് ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ്. ഔദ്യോഗിക വസതിയോ ഔദ്യോഗികമായ ഓഫീസോ അത് സാധാരണഗതിയിൽ ആളുകളെ കാണുന്നതും സ്വീകരിക്കുന്നതുമായ സ്ഥലമാണ്. അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായി എന്നുള്ളത്, അത് നിങ്ങൾ ചോദിക്കാൻ തയ്യാറായി എന്നുള്ളത് ആശ്ചര്യകരമായൊരു കാര്യമാണ്. ചെറുപ്പകാലം മുതൽ ലൈംഗികമായി പീഡിക്കപ്പെട്ടിരുന്നു, അതിൽ നടപടി എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എഴുതിയിട്ടാണ് അങ്ങനെ ആത്മഹത്യ ചെയ്തത്. അതിന് തമ്പാനൂർ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്, പക്ഷേ എഫ്ഐആർ അത്തരം ഡീറ്റെയിൽസുകളൊന്നും ഇല്ല. അത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്നുണ്ടാവും. അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും നിയമ നടപടികൾ നടക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ കേരളം. സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടാവും. അനുമതി കിട്ടി. അല്ല, ഇപ്പം അനുമതി കിട്ടി, അവിടെ നിന്നാൽ മതി തൽക്കാലം. ശരി. അതെ, അതാണ് നിങ്ങൾക്കുള്ള വേറൊരു അബദ്ധം. നിങ്ങൾ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്നാണ്. അതിപ്പോൾ എൻ്റെ യാത്രയുടെ അവസാന തീയതിയാണ് പറഞ്ഞത്. ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോകുക എന്ന് പറയുന്നത് നമ്മൾ ഡൽഹി പോകുന്ന ദൂരമല്ലേ യഥാർത്ഥത്തിൽ. പല ഗൾഫ് രാജ്യങ്ങളും അവിടെ പോയി വരുന്നതിന് ഡൽഹിയിൽ പോയി അത്ര സമയം ചിലപ്പോൾ വേണ്ടി വരില്ല. ആ കണക്കിന് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആണ് പ്രധാനമായിട്ട് ലീവുള്ള ദിവസം. ശനിയാഴ്ചയും വരും, ചിലയിടത്ത് ശനിയും ഞായറും ഉണ്ട്. അപ്പോൾ ഒരാഴ്ച ഒരു സ്ഥലത്ത് പോവും, ഇങ്ങോട്ട് വരും, അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്ത് പോവും. അങ്ങനെയാണ് പരിപാടി. ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെ ഉണ്ടാവുമല്ലോ. അത് മതി. ഓക്കെ, ഇനി മതി.